120 ദിവസം ഒരു ഉസ്താദ് ജയിലിൽ കിടക്കുക പോക്സോ കേസിൽ. എന്നിട്ട് ഇപ്പോൾ അദ്ദേഹത്തെ വെറുതെ വിട്ടു. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ നോക്കുമ്പോൾ, ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ നോക്കുമ്പോൾ ഉസ്താദ് വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്ത ഒരാളായിരുന്നല്ലോ. അപ്പോൾ അയാളെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് എടുത്ത പണിയല്ലോ. എന്തിനെങ്ങനെയൊക്കെയുള്ള പണിയെടുക്കണമെന്നുള്ളതാണ്. പത്തനംതിട്ടയിലാണ് 8 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ അറസ്റ്റ് ചെയ്ത ഉസ്താദിനെ കോടതി കുറ്റവിമുക്തനാക്കി. പത്തനംതിട്ട പോക്സോ കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത്. മുറിഞ്ഞാക്കാൽ മുസ്ലിം പള്ളിയിലെ ഉസ്താദായ കലഞ്ഞൂർ ഇടത്തറ സക്കീനത്തുൽ മൻസിലിൽ അബ്ദുസമദ് 40 വയസ്സിനെയാണ് കുറ്റവിമുക്തനായത്. കഴിഞ്ഞ നവംബർ മുതൽ ഇയാൾ ഒന്നിലധികം തവണ കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു എന്ന പരാതിയിലായിരുന്നു അറസ്റ്റ്. എന്നാൽ വിചാരണ വേളയിൽ കേസ് കെട്ടിച്ചമച്ചതാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതോടെ ഉസ്താദിനെ കുറ്റവിമുക്തനാക്കിയത്. വ്യക്തി വൈരാഗ്യത്തെ തുടർന്നാണ് പീഡന കഥ കെട്ടിച്ചമച്ചത്. 2022 ഫെബ്രുവരിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. കൂടൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. മാനസികമായും ശാരീരികമായും പീഡിക്കപ്പെട്ടതായി കുട്ടി ഡോക്ടറോട് പറഞ്ഞിരുന്നു. പോക്സോ ആക്ട് പ്രകാരം കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തു. 120 ദിവസത്തെ ജയിൽ വാസത്തിന് ശേഷമാണ് ഉസ്താദിന് ജാമ്യം ലഭിച്ചത്. എന്നാൽ വിചാരണ വേളയിലെ കേസിലെ സത്യാവസ്ഥ പുറത്തു വരുന്നത് 8 വർഷത്തോളം മുറിഞ്ഞാക്കാൽ പള്ളിയിലെ ഉസ്താദായിരുന്ന അബ്ദുസമദിനെ സ്ഥലം മാറ്റുന്നതിനായി കുട്ടിയുടെ ബന്ധുക്കൾ ശ്രമിച്ചിരുന്നു. ഇതിനായി കണ്ടുപിടിച്ച മാർഗമായിരുന്നു പീഡന കേസ്. ഡോക്ടറോടും പോലീസിനോടും പറയേണ്ടുന്ന മൊഴി പഠിപ്പിച്ചു നൽകിയെന്നതാണ് എന്ന് വിചാരണ വേളയിൽ കുട്ടി തുറന്നു പറഞ്ഞതോടെ വ്യക്തി വൈരാഗ്യം തീർക്കാൻ കെട്ടിച്ചമച്ച കള്ളക്കഥ പുറത്തു വരുന്നത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ ഡോക്ടറോട് പറയേണ്ട കാര്യങ്ങൾ കുട്ടിയെ വ്യക്തമായി ബന്ധുക്കൾ പഠിപ്പിച്ചു. ഈ കാര്യങ്ങൾ തെറ്റാതെ പറഞ്ഞാൽ ഐസ്ക്രീം വാങ്ങി തരാമെന്ന് പറഞ്ഞാണ് കുട്ടിയെ അവർ സ്വാധീനിച്ചത്. മതിയായ തെളിവുകൾ സ്വീകരിക്കാതെയാണ് പോലീസ് കേസെടുത്തത് എന്നും വിചാരണ വേളയിൽ കോടതിക്ക് ബോധ്യമായി വിസ്തരിച്ച 15 സാക്ഷികളും പ്രോസിക്യൂഷന് അനുകൂലമായി മൊഴി പറഞ്ഞിരുന്നു. പ്രതിഭാഗത്തിനായി അഡ്വക്കേറ്റ് ജോണി കെ ജോർജ് ഹാജരായി എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കില്ലല്ലോ പള്ളിയിലോ മദ്രസയിലോ ഇങ്ങനത്തെ വൈരാഗ്യത്തിൻ്റെ. എന്താണ് ഈ വൈരാഗ്യം? ആ ഉസ്താദിനെ 120 ദിവസത്തോളം ആ ഉസ്താദ് അനുഭവിച്ച പ്രയാസം, ജീവിതത്തിലുണ്ടായ അന്തസ്സിനേറ്റ കളങ്കം, സൽപ്പേര് നഷ്ടപ്പെട്ടു, എല്ലാ രീതിയിലും അദ്ദേഹം അനുഭവിച്ച പ്രയാസം, ആ കുടുംബം അനുഭവിച്ച പ്രയാസം, ഇതൊക്കെ ഒരു വാശിപ്പുറത്ത് 8 വർഷം ആ മഹല്ലിൽ ജോലി ചെയ്ത ഒരു ഉസ്താദിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് കളിച്ച കളി. ഇവരൊക്കെ എങ്ങനെ രക്ഷപ്പെടും, എങ്ങനെ നന്നാവും എന്നുള്ളതാണ്. എന്ത് വാശിയാണ് നോക്കൂ. ഒരു മനുഷ്യനെ ഇല്ലായ്മ, അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ആ ഉസ്താദിനെ കൊല്ലുകയായിരുന്നു അല്ലേ? സമൂഹത്തിൽ ഇങ്ങനെ താറടിച്ച് ആ കുടുംബം, ആ ഉസ്താദിൻ്റെ മക്കള്, ഭാര്യ, ബാക്കിയുള്ള സകലമാന ആളുകൾക്ക് മുമ്പിലും ആ ഉസ്താദിനെ ഇല്ലായ്മ ചെയ്ത് സമൂഹത്തിൻ്റെ മുമ്പിൽ വലിച്ചെറിഞ്ഞു കൊടുത്ത് 120 ദിവസത്തോളം ഒരു മതം പഠിച്ച ആ പാവപ്പെട്ട ഉസ്താദ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി 8 വർഷം അവിടെ ജോലി ചെയ്ത ആ ഉസ്താദിനോട് ഇങ്ങനെ ക്രൂരമായ രീതിയിൽ പറഞ്ഞു വിടുകയാണെങ്കിൽ വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? ഞാൻ ചോദിക്കുന്നത് അതല്ല. ഇതിൽ കുടുംബം ശ്രമിച്ചിരുന്നു ഈ ഉസ്താദിനെ പറഞ്ഞേക്കാൻ. അങ്ങനെ ചിലപ്പോൾ കമ്മിറ്റിയിൽ ഭയങ്കരമായി സ്വാധീനമുള്ള കുടുംബമായിരിക്കും. അവർ പറഞ്ഞിട്ട് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. നോക്കൂ, ഇവിടെയൊക്കെ മഹലിലൊക്കെ ചില സമയത്ത് ഉണ്ടാകുന്ന ആ ആധിപത്യത്തിന് മുമ്പിൽ കാളിമാര് പോലും തല താഴ്ത്തി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ട്. സത്യം ഒന്നും പറയാൻ പാടില്ല. അവർ പറയുന്നത് മാത്രം കേൾക്കുക, അല്ലെങ്കിൽ ആ മഹല്ല് വിടേണ്ട അവസ്ഥ ഇന്നും ചില പള്ളികളിൽ കാണുന്നുണ്ട് എന്ന് ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല. വളരെ ഖേദകരമാണ് ഈ അവസ്ഥ. നമ്മുടെ മഹല്ല് കമ്മിറ്റികളിലൊക്കെ ഒരു കുടുംബത്തിനെ നിയന്ത്രിക്കാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ ആധിപത്യത്തിനനുസരിച്ചൊക്കെ ഉസ്താദിനെ മാറ്റാൻ ശ്രമിക്കുക. അത് മാറ്റിയിട്ടില്ല എങ്കിൽ കുട്ടികളെ വെച്ച് പോലും പോക്സോ കേസ് കൊടുത്തുകൊണ്ട് ഉസ്താദിന്റെ ജീവിതം പോലും ഇല്ലായ്മ ചെയ്യുന്നതക്ക രീതിയിൽ അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നത് നമ്മിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. കോടതിക്ക് അത് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഞാൻ പറയുന്നത്, ഉസ്താദിനോട് പറയുന്നത്, ഉസ്താദ് നിങ്ങൾ നിയമപരമായിട്ട് അത്തരം ആളുകൾക്കെതിരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അവർക്ക് ജയിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കണം. ഇതൊരു താക്കീതാക്കി തന്നെ സമൂഹത്തിൽ ഇത് വെക്കണം എന്നുള്ളതാണ് എനിക്ക് ഇത്തരക്കാരോട് പറയാനുള്ളത്. ഏതെങ്കിലും ഒരു ഉസ്താദിനെ നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നിയാൽ അദ്ദേഹത്തിന്റെ ഇല്ലായ്മ, ഇപ്പോൾ സാധാരണ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഇല്ലായ്മകളും പോരായ്മകളെ കുറിച്ച് പറഞ്ഞു തുടങ്ങും. ഇപ്പോൾ ഈ നോമ്പ് കാലം ആകുന്നതിന് മുമ്പാണ് ഈ പോരായ്മകളെ കുറിച്ച് പറഞ്ഞു തുടങ്ങുക. നോമ്പിന് ഉസ്താദുമാരെ മാറ്റണം. അപ്പം ഇങ്ങനെ ഉസ്താദ് ശരിയല്ല, കാളി ശരിയല്ല, അത് അദ്ദേഹത്തിന്റെ ഓത്തിന് ഇങ്ങനെ പ്രശ്നമുണ്ട്, അദ്ദേഹത്തിന്റെ കുത്തുബക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുമെന്നാണ് നമുക്ക് പല ഉസ്താദുമാരും തരുന്ന ഇൻഫർമേഷൻ. അപ്പോൾ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം, എനിക്കിവിടെ അധികം ദിവസങ്ങളില്ല. സ്വാഭാവികമായിട്ടും ഉസ്താദുമാർ മറ്റു
പള്ളികളിലേക്ക് പോകുന്ന ഒരു കാഴ്ച. ഇങ്ങനെയൊക്കെയാണ് കാളിയന്മാരവിടെ ഓരോ മഹലിലും മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ സമുദായത്തിൻ്റെ ഇത്തരം മോശപ്പെട്ടൊരു ഗതികെട്ടൊരവസ്ഥ ആലോചിച്ച് നോക്കൂ. ഒരു ഉസ്താദിനെ വേണ്ടെങ്കിൽ ഉസ്താദ് ഞങ്ങൾ വേറെ ആളുകളെ ഒന്ന് മാറ്റത്തിന് വേണ്ടി നോക്കുന്നുണ്ട്, നിങ്ങൾ വേറെ ഒരു പള്ളി നോക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ ആ സാധു അവിടുന്ന് പൊയ്ക്കോളും. കാരണം 5 വർഷം ഈ പറയുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കീഴിലുള്ള വലിയ സ്ഥാപനത്തിൽ പോയി കഷ്ടപ്പെട്ട് ദീന് പഠിച്ച് അവിടുന്ന് സനത് വാങ്ങി സക്കാഫി ബിരുദം വാങ്ങി ഒക്കെ വരുന്ന അത്തരം പണ്ഡിതന്മാരെ ഇട്ട് തട്ടുന്നത് പൊതുസമൂഹമല്ല. മുസ്ലിം വിരോധമുള്ളവർ അത്തരത്തിൽ പല രീതിയിലും ഇട്ട് തട്ടുന്നുണ്ട് എന്നറിയാം. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് മഹല്ല് കമ്മിറ്റികളാണ് ഇവരെ ഇട്ട് തട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതിൽ ഇങ്ങനത്തെ കുടുംബമൊക്കെ ഉണ്ടെങ്കിൽ, വൈരാഗ്യം തീർക്കുന്നവരാണെങ്കിൽ, സ്വന്തം മക്കളെ വെച്ച് പോലും ഇങ്ങനെയുള്ള നീച പ്രവൃത്തി ചെയ്യുന്ന ആളുകളാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഉസ്താദുമാർക്ക് രക്ഷയുള്ളത് എന്നുള്ളത് ഈ സാഹചര്യത്തിൽ ചോദിച്ചു പോവുകയാണ്. എനിക്ക് പറയാനുള്ളത്, ഒരു ഉസ്താദിനെ ഒരു കാളിയേരെ നിങ്ങൾക്ക് വേണ്ട എങ്കിൽ അദ്ദേഹത്തോട് മാന്യമായി പറയാം, ഞങ്ങൾക്ക് അടുത്ത വർഷത്തിന് ആവശ്യമില്ല, പുതിയൊരു ഉസ്താദിനെ തേടുകയാണ്, ഒരു മാറ്റം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞാൽ അവരവരുടെ പണി നോക്കി പോയിക്കോളും. എന്തിനാണ് ഇങ്ങനെ സമൂഹത്തിലും കുടുംബത്തിലും അതേപോലെ തന്നെ ജീവിതത്തിലുമൊക്കെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സമുദായത്തിൻ്റെ ആളുകളോട് ചോദിക്കാനുള്ളത്. മറ്റു സമുദായക്കാരല്ല ഇത് ചെയ്തിട്ടുള്ളത്. നേരെ മറിച്ച് സ്വന്തം സമുദായത്തിൽപ്പെട്ട, കമ്മിറ്റിയിൽപ്പെട്ട വലിയ കുടുംബത്തിന് വലിയ ആധിപത്യത്തിൻ്റെ ആ പിരിമുറുക്കത്തിലാണ് ഈ പാവപ്പെട്ട ഉസ്താദ് 120 ദിവസം ജയിലിൽ കടന്നത് എന്ന് പറയുമ്പോൾ എത്ര ക്രൂരമാണ്, എത്ര നീചമാണ്, എന്ത് ഇസ്ലാമിൻ്റെ വീക്ഷണമാണ് ഇവർക്കൊക്കെ ഉള്ളത് എന്ന് പച്ചക്ക് ചോദിച്ചുകൊണ്ട് ഇത്തരം ആളുകൾക്കെതിരെ ശക്തമായ രീതിയിലുള്ള നടപടികളുമായി ഏത് കൊമ്പത്തെ കുടുംബമാണെങ്കിലും അവനൊക്കെ എതിരെ ശക്തമായ രീതിയിലുള്ള നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് താക്കീത് നൽകണമെന്നുള്ളതാണ് എനിക്ക് ആ മഹലിൽപ്പെട്ട ആ ഉസ്താദിനെ അറിയുന്ന, ഈ സത്യത്തെ ബോധ്യപ്പെട്ട സ്ഥിതിക്ക് നീതി നടപ്പിലാക്കാൻ വേണ്ടിയെങ്കിലും ആ ഉസ്താദിനോടൊപ്പം ചേരണമെന്നുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തി ശക്തമായ പ്രതിഷേധം ആ വിഷയത്തിൽ അത്തരക്കാരോട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.